ഹായ് ഹലോ ഗായ്സ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ രാവിലെ തന്നെ ഇന്നും ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. കാരണം വെയിലിന് മുമ്പിനെ പണി ഒതുക്കി കയറി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ടാസ്ക് കഴിയുമല്ലോ. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വാഴകൾക്കൊക്കെ നമ്മളിന്ന് വളമിടാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, കൊലച്ച വാഴയ്ക്ക് ഒരു വളം, കൊലയ്ക്കാൻ നിൽക്കുന്ന വാഴയ്ക്ക് വേറൊരു വളം. അപ്പോൾ ആ ഒരു വളമാണ് കേട്ടോ നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ രണ്ട് സൈഡും മാന്തിയിട്ട് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ കുറച്ചൊരു പരീക്ഷണം നടത്തുകയാണ് കേട്ടോ. സക്സസ് ആവോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല, കാരണം ഇത് വാഴയുടെ വളമാണ്. എന്നാലും ഞങ്ങൾ കുറച്ച് പയറിനും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. വളരെ കുറച്ചേ എടുത്തിട്ടുള്ളൂ. ചെറിയൊരു കുഴി കുഴിച്ചിട്ട് വളരെ കുറച്ച് മാത്രമേ ഞങ്ങൾ എടുത്ത് അതിനകത്തേക്ക് ഇട്ടിട്ടുള്ളൂ. കാരണം കരിഞ്ഞു പോകുമോ ഇല്ലയോ എന്ന് അറിയാത്തതുകൊണ്ടാണ് കേട്ടോ. ഒരു ടാസ്ക് എടുക്കണ്ട എന്നുള്ള രീതിയിലാണ് കേട്ടോ നമ്മൾ കുറച്ചിട്ട് കൊടുത്തത്. അപ്പോൾ നമ്മൾ ഇന്നലെയും പയർ പറിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് പയറൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് പറിച്ചെടുക്കുന്നുണ്ട്. അത്യാവശ്യം ഒരു ചെറിയൊരു പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ ഇടയ്ക്കൊക്കെ ഒളിച്ചിരിക്കുന്ന കള്ളന്മാരെയെല്ലാം നമ്മൾ പൊക്കിയിട്ടുണ്ട്. അങ്ങനെ അവരെയെല്ലാം നമ്മളൊന്ന് പിച്ചി എടുക്കുന്നുണ്ട്. നമ്മൾ ഇന്നലെയായിരുന്നു ലാസ്റ്റ് നമ്മൾ പറിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് വേറെ ഒന്നും പറിച്ചിട്ടില്ല കേട്ടോ. നമ്മൾ ഈ ചെറുതായിട്ട് ഈ പയറൊക്കെ ഒന്ന് പിച്ചി എടുക്കുന്നുള്ളൂ. നമ്മുടെ 4 സൈഡിലും നമ്മൾ നട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവിടെ ഇവിടെ എല്ലാം കുറേശ്ശെ കാഴ്ച നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് പറിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് നമ്മുടെ വള്ളിപ്പയറുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വീണ്ടും ശിഖരങ്ങളൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് പുതിയതായിട്ട് ശിഖരങ്ങൾ കയറ്റി വിടാനെ കൊണ്ട് പുതിയ വള്ളികളൊക്കെ ഒന്ന് കെട്ടിക്കൊടുക്കുവാണേ. അപ്പോൾ ബാത്റൂമിൻ്റെ ആ ഒരു സൈഡാണ് കേട്ടോ, ആ ഒരു ഭാഗം. അപ്പോൾ അവിടെ നമ്മൾ ആണി അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് നമ്മളിങ്ങനെ കയറ് കെട്ടിയിട്ട് നമ്മുടെ ചീനിയുടെ കമ്പിലോട്ട് കെട്ടുകയാണ് കേട്ടോ. ഓവറായിട്ട് ബലം കൊടുത്ത് നമ്മൾ ചീനി ലാസ്റ്റ് ഒടിഞ്ഞ് വീഴുന്ന, അല്ലാതെ പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഞാനത് മമ്മിയോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മമ്മി പറഞ്ഞത് കുഴപ്പമില്ല, ബലത്തിൽ തന്നെ കെട്ടിക്കുമെന്ന് പറഞ്ഞ്. എന്നാലും കുറച്ചൊന്ന് ലൂസ് ഇട്ടുകൊണ്ട് തന്നെ നമ്മൾ അങ്ങോട്ട് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ശിഖരങ്ങളെല്ലാം വരുമ്പോൾ നമുക്ക് അതിനകത്തോട്ട് ഇങ്ങനെ പടർത്തി വിടാമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ ആ ഒരു വള്ളിയൊക്കെ കെട്ടി കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ശിഖരങ്ങളെല്ലാം ഇങ്ങനെ കയറ്റി വിടുകയാണ് കേട്ടോ. ഞാൻ നിങ്ങളോട് നേരത്തെയും പറഞ്ഞിട്ടില്ല, എനിക്കിപ്പം പാവലാണെങ്കിലും പയറാണെങ്കിലും കോവലാണെങ്കിലും ഇങ്ങനെ കായ്കൾ ഇങ്ങനെ താഴോട്ട് കിടക്കുന്ന ടൈപ്പിലുള്ള കായ്കളെല്ലാം ഇങ്ങനെ വള്ളിയിൽ ഇങ്ങനെ അതിൻ്റെ ശിഖരങ്ങളെല്ലാം ഇങ്ങനെ പടർത്തി വിട്ടിട്ട് ആ കായ്വലകൾ ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ കിടക്കുന്നതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമാണ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇനി ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ആ വള്ളികളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഒന്ന് കെട്ടിക്കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകുമ്പോൾ തന്നെ ശിഖരങ്ങൾ ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയാണല്ലോ. അങ്ങനെ ഞാൻ അവിടുന്ന് ആ ഒരു വള്ളി ഇങ്ങനെ എടുത്തിട്ട് നമ്മുടെ മുള്ളാത്ത ഉണ്ടല്ലോ, മുള്ളാത്തയിൽ ഇങ്ങനെ ഒരുപാട് കായ്കളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ വേറൊരു അവസരത്തിൽ നിങ്ങൾക്കത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആ മുള്ളാത്തയിലോട്ട് കയറ്റി കെട്ടാമെന്ന് വിചാരിച്ച് അങ്ങോട്ട് കെട്ടാൻ ചെന്നപ്പോഴത്തേക്ക് എൻ്റെ ദൈവമേ, ഈ ലോകത്തുള്ള സകലമാന കട്ടുറുമ്പും അതിനകത്ത് കാണും. എന്നെ ഏതെല്ലാം രീതിയിൽ എവിടെ നിന്നെല്ലാം വന്ന് ആക്രമിച്ചെന്ന് എനിക്കറിയാൻ വയ്യ കേട്ടോ. എന്തായാലും അത്യാവശ്യ രീതിയിലെല്ലാം എന്നെ അവർ ആക്രമിച്ച് വിട്ടിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ ഇങ്ങനെ കെട്ടാനുള്ള സെറ്റപ്പൊക്കെ നോക്കുകയാണ് കേട്ടോ. എപ്പോഴത്തേക്ക് എല്ലാവരോടും എന്നെ പൊതിയാൻ നോക്കും. ഒരു വിധത്തിൽ നമുക്ക് പറ്റത്തില്ല. ഈ ഒരു സമയം കൊണ്ടൊക്കെ തന്നെ ഏകദേശം ആക്രമണങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞ് ഞാൻ ഇട്ടിട്ട് ജീവനും കൊണ്ട് ഓടാൻ പോവാണ് കേട്ടോ. അപ്പോൾ മമ്മി പറഞ്ഞു, എങ്കിൽ പിന്നെ അവിടെ കെട്ടേണ്ട, നമുക്ക് മാറ്റി നമ്മുടെ ആ ഒരു കോഴിക്കോടിൻ്റെ സൈഡിലോട്ട് കെട്ടാന്നുള്ളത്. ആക്ച്വലി ഇത് കോഴിക്കോടായിരുന്നില്ല, ഇത് പട്ടിക്കൂടാണ്. നമ്മളിപ്പോൾ ഇത് കോഴിക്കോടായിട്ടാണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ ആ ഒരു ഭാഗത്തേക്കെല്ലാം ഇങ്ങനെ വലിച്ച് കെട്ടിക്കൊടുക്കുന്നുണ്ട്. അപ്പുറത്തെ ശിഖരത്തിൽ നിന്ന് നമ്മൾ വള്ളി എടുത്തിട്ടാണ് കേട്ടോ അങ്ങോട്ട് കെട്ടിക്കൊടുക്കുകയാണ്. കാരണം ഉറുമ്പിൻ്റെ സാന്നിധ്യം അവിടെ നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് നമുക്ക് അവിടെ കെട്ടാൻ പറ്റത്തില്ല. അങ്ങനെയാണ് കേട്ടോ ഞാനിപ്പോൾ അങ്ങോട്ട് കെട്ടിക്കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ശിഖരങ്ങളെല്ലാം അങ്ങോട്ട് തന്നെ കയറ്റി വിടണം. അങ്ങനെ നമ്മൾ ഏകദേശമൊക്കെ ആ ഒരു പാവം കെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ പഴയ ഒരു പാവലായിരുന്നല്ലോ നമ്മൾ ആദ്യം തുടങ്ങിയത്. ആ ഒരു പാവലിൻ്റെയൊക്കെ ആ ഒരു സമയമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ പാവലിൻ്റെയൊക്കെ നമ്മൾ നേരത്തെ കെട്ടിക്കൊടുത്തിരുന്ന വള്ളിയെല്ലാം അവിടെ തന്നെ ഉണ്ട് കേട്ടോ. നമ്മളത് അഴിച്ചൊന്നും മാറ്റിയിട്ടില്ല. ആ ചീത്തയായി പോയിരുന്ന പാവലുകൾ മാത്രമേ നമ്മൾ വെട്ടിക്കളഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു വള്ളിയും കാര്യങ്ങളൊക്കെ അങ്ങോട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗം കൂടെ നമുക്ക് ഈ പയറുകളൊക്കെ കയറ്റി വിടാൻ പറ്റുമേ. അപ്പോൾ ഞങ്ങൾ വീണ്ടും അതിനകത്തേക്ക് വള്ളികളെല്ലാം കയറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ഇതിനിടയ്ക്കൊക്കെ ഞാൻ ഡൗട്ടും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ മമ്മി ഞാനും കൂടെ ചേർന്നിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ അതെല്ലാം നമ്മളിങ്ങനെ കെട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ ആ പയറുകളെല്ലാം ഇനി നമ്മൾ കയറ്റി വിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്ക് കുറച്ചും കൂടെ ഒക്കെ പയറുകളൊക്കെ നടാൻ വേണ്ടിയിട്ട് ഇരിപ്പുണ്ട്. അതെല്ലാം ഒന്ന് നടണം. ഈ പയറിനകത്തുനിന്ന് തന്നെ നമ്മൾ അത്യാവശ്യം വലിപ്പമുള്ളൊരു പയർ നമ്മളിങ്ങനെ പിച്ചാതെ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ തന്നെത്താനെ നിന്ന് ഉണങ്ങിയിട്ട് അതിനകത്തുനിന്ന് വിത്തുകൾ എടുക്കാമല്ലോ. അപ്പോൾ വീണ്ടും ഈ വിത്തുകൾ തന്നെ നട്ടുകൊണ്ട് നമുക്ക് പുതിയ പയറുകളൊക്കെ ചെയ്യാൻ പറ്റും. നല്ല
ടേസ്റ്റുള്ള പയറാണ് കേട്ടോ. പക്ഷേ ഇത് ഏത് ഇനത്തിലെയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള പയറാണ്. നമ്മളിതിന് മെഴുക്ക് പുരട്ടി കഴിക്കാന്നുണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ഇതുവരെ ഇത് തോരൻ വെച്ച് നോക്കിയിട്ടില്ല. പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ വെഴുക്ക് വരട്ടി, ഏറ്റവും കൂടുതലല്ല, ഞാനിത് വെഴുക്ക് മാത്രമേ വരട്ടിയിട്ടുള്ളൂ കേട്ടോ. പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം നമ്മളിതേ അങ്ങനെ നമ്മളതെല്ലാം ഒന്ന് പടർത്തി വിട്ടിട്ടുണ്ട്. ഇതേ നോക്കിക്കേ, എനിക്കിങ്ങനെ പയറുകൾ ഇങ്ങനെ കിടക്കുന്നത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നമ്മുടെ കോവലിൻ്റെ സൈഡിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ചെറിയൊരു കോവൽ നട്ടതാണ് കേട്ടോ. ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ പടർന്നു പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമുക്ക് പടർത്തി വിടാനുള്ള ഒരു സൗകര്യം കുറവായതുകൊണ്ട് ആ ഒരു 2 മരങ്ങൾ മാത്രമേ അവിടെ ഉള്ളൂ. ഒരു മാവും ഒരു മുരിങ്ങയുടെ ആ ഒരു മരവും മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കി പിന്നെ മതിലായതുകൊണ്ട് നമുക്ക് ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പടർത്തി വിടാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മളൊരു പുതിയ ടെക്നിക്ക് ചെയ്യാൻ പോവുകയാണ്. ആക്ച്വലി പുതിയ ടെക്നിക്കൊന്നും അല്ല, എന്നാലും നമ്മൾ ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ കോവേണി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഷെയ്ഡിൻ്റെ മണ്ടയിൽ നമ്മൾ ഇതേപോലെ കല്ലിനകത്ത് കയറ് കെട്ടിയിട്ട് അങ്ങോട്ട് കയറ്റി വിട്ട് ഒഴിക്കുകയാണ്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഇങ്ങനെ വലിച്ചിട്ട് താഴെയുള്ള മാവിലോട്ടും നമ്മുടെ കോവലിലോട്ടും അതേപോലെ നമ്മുടെ ആ ഒരു മരത്തിലോട്ടും ഒക്കെ ഇങ്ങനെ കെട്ടിവിടാമല്ലോ. അപ്പോൾ വീണ്ടും വീണ്ടും ചിഗരങ്ങൾ വരുമല്ലോ. അപ്പോൾ എനിക്ക് ആ വീണ്ടും ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ആ കോവലും ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന കാണാൻ നല്ല ഭംഗിയല്ലേ. അങ്ങനെ ഞാൻ ആ ഒരു കല്ലിനകത്ത് ഇങ്ങനെ ഞങ്ങൾ കയറ് കെട്ടിയിട്ട് ഞങ്ങൾ മേളിലോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ മമ്മിയോട് പറയുമായിരുന്നു, ബാത്റൂമിൻ്റെ ആ ഒരു പിന്നെ ഒരു ഹോൾ അവിടെ ഉണ്ടല്ലോ, അതിനകത്തോട്ട് വെച്ച് കൊടുത്താൽ പെട്ടെന്ന് തലയിൽ വീഴത്തില്ലെന്ന് അതുവഴിയൊക്കെ പോകുമ്പോഴത്തേക്ക്. പക്ഷേ എങ്ങാനും ആ ഉള്ളിൽ വീണാലോ എന്ന് വെച്ചിട്ട് ആ ഒരു ടാസ്ക് നമ്മൾ എടുക്കാൻ പോയില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഒരു ഭാഗത്തുണ്ടായിരുന്നതെല്ലാം വീണ്ടും വലിച്ച് കെട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. ഏകദേശം ഒരു 2-3 ട്രിപ്പായിട്ട് തന്നെ നമ്മളവിടെ ഇങ്ങനെ കല്ല് വെച്ചിട്ട് നമ്മൾ കെട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അങ്ങനെ ചെയ്തിട്ട് ഞാൻ അതിൻ്റെ മണ്ടയിൽ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. ഭയങ്കര ഒരു ടാസ്ക്കാണ് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നത്. എന്തായാലും അവിടെ വെച്ച് തന്നെ നമ്മൾ വീണ്ടും കല്ലുകളൊക്കെ കെട്ടി കയറൊക്കെ കെട്ടിയിട്ട് ആ മേളിൽ ഇങ്ങനെ ഒരു ഏകദേശം ഒരു 4 എണ്ണത്തോളം നമ്മളങ്ങനെ കല്ലുകൾ വെച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ വള്ളികൾ ഇങ്ങനെ കെട്ടിക്കൊടുത്തിട്ട് നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ പാവലും കോവലും ഒക്കെ ഇങ്ങനെ കയറി പൊക്കോളുമല്ലോ. അങ്ങനെ കോവയ്ക്കൊക്കെ ഇങ്ങനെ ഞങ്ങൾ കയറ്റി വിടുകയാണ്. എനിക്കിങ്ങനെ കോവയ്ക്കൊക്കെ ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നല്ല ഭംഗിയാണ് അങ്ങനെ ചെയ്തു പോകുന്നു. അതുമല്ല ആ ഒരു ഭാഗത്ത് വേറെ സൗകര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ നമ്മൾ മെയിനായിട്ട് അങ്ങനെ ചെയ്യുന്നത്. ഇനി ഈ കോവലിൻ്റെ അടുത്തൊരു മഴയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ ഈ കോവൽ ഏകദേശമൊക്കെ ഒന്ന് വളരാൻ വേണ്ടിയിട്ട് തുടങ്ങും. അപ്പം നമുക്കിതിൻ്റെ ശിഖരങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റി നടണം കേട്ടോ. നമ്മളങ്ങനെ കുറേ കോവയ്ക്കയുടെയും ചെയ്യണമെന്ന് വിചാരിക്കുന്നു. പാവലിൻ്റെയൊക്കെ ഓൾറെഡി നമ്മൾ വിത്തുകളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോസിൽ കാണിച്ചിരുന്നല്ലോ, 2-3 പാവയ്ക്കൊക്കെ പഴുത്തു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ വിത്തുകൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്, ഉണക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഉണങ്ങി വരുമ്പോഴത്തേക്ക് നമുക്ക് നടണം. പിന്നെ അതുപോലെ തന്നെ വെണ്ടയ്ക്കയുടെയൊക്കെ വിത്തുകൾ എടുത്ത് വെച്ചിട്ടുണ്ട്, കുറേയൊക്കെ നമ്മൾ നട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയും തിരിച്ചൊക്കെ നടണമെന്ന് ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അങ്ങനെ നമ്മളിത് ഏകദേശമൊക്കെ കണ്ടോ കോവയ്ക്കയിൽ നമ്മളിങ്ങനെ കെട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ശിഖരങ്ങളൊക്കെ കയറ്റി വിടുമ്പോഴത്തേക്ക് അതുങ്ങളുടെ വഴിക്ക് തന്നെ ഇങ്ങനെ അങ്ങ് പൊയ്ക്കോളും. നമുക്ക് ഏകദേശം ഒരു ദിവസം ഒരു 3-4 കായൊക്കെ വീതം ഇപ്പോൾ കിട്ടുന്നുണ്ട് കേട്ടോ. ഇവർ കുഞ്ഞല്ലേ, ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ ഇവർ കിളിക്കാനെ കൊണ്ട്. അതുകൊണ്ടാണ് കേട്ടോ നമുക്ക് ഇത്രയും കുറച്ച് ക്വാണ്ടിറ്റിയിൽ കിട്ടുന്നത്. പക്ഷേ അത്യാവശ്യം ശിഖരങ്ങളൊക്കെ വന്നു തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് നല്ല രീതിയിൽ കോവയ്ക്ക് കിട്ടും. ഇപ്പോൾ മൊത്തത്തിൽ നമുക്ക് വളരെ തുച്ഛമായിട്ടുള്ളത് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. സാരമില്ല, നമുക്കിനി സമയമുണ്ട്. ഇവർ തുടങ്ങിയിട്ടുള്ളൂ. നമുക്ക് എന്തായാലും നല്ല രീതിയിൽ കായ്ഫലം കിട്ടുമെന്ന് നല്ല പ്രതീക്ഷയുണ്ട്. കാരണം അവർ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് കേട്ടോ വളർന്നുകൊണ്ടിരിക്കുന്നത്. ഇതും നല്ല നാടൻ കോവയ്ക്ക തന്നെയാണ്. നമ്മളിവിടുത്തെ കൃഷിഭവനിൽ നിന്നാണ് കേട്ടോ നമ്മൾ ഈ കൂടുതലും വിത്തുകളൊക്കെ വാങ്ങിക്കുന്നത്. പിന്നെ നമ്മുടെ പറമ്പിലുണ്ടാവുന്നതിനകത്തുനിന്ന് തന്നെ ഞങ്ങൾ വീണ്ടും വിത്തുകളൊക്കെ എടുത്തിട്ട് മാക്സിമം ചെയ്യാൻ നോക്കുന്നുണ്ട്. നമുക്ക് ചൊരയ്ക്കൊക്കെ കിളിച്ചിപ്പോണ്ട് കേട്ടോ. അതൊക്കെ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഇനി എന്തെല്ലാം നമ്മുടെ പറമ്പിൽ പുതിയതായി കിളിച്ച് വരുന്നു എന്നുള്ളത് ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. നമ്മൾ തക്കാളിയൊക്കെ നട്ടിട്ടുണ്ട്, തക്കാളിയൊക്കെ കിളിച്ച് വരുന്നുണ്ട്. പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം കുറേ വിത്തുകളൊക്കെ പാവിയിട്ടുണ്ടായിരുന്നല്ലോ, ചീരയുടെയൊക്കെ വിത്തുകൾ പാവിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ താമസിക്കാതെ കിളിച്ച് വരുമ്പോൾ അതൊക്കെ നമുക്ക് നമ്മുടെ പറമ്പിൽ കൊണ്ടുപോയി പിരിച്ച് നടണം. പിന്നെ നമ്മളിപ്പോൾ ക്ലീനിങ് സെക്ഷനോടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഒരുപാട് പോച്ചകളും മറ്റുമൊക്കെ കയറി കിടപ്പുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഓരോ സൈഡിൽ നിന്ന് ഇങ്ങനെ വൃത്തിയാക്കിക്കൊണ്ട് വരികയാണ് കേട്ടോ. ഇതിപ്പോൾ അത്യാവശ്യം മഴയൊക്കെ പെയ്ത് ഇങ്ങനെ നനഞ്ഞ് കിടക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല കേട്ടോ, പിച്ചി എടുക്കാൻ കുഴപ്പമില്ല. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് പിച്ചി തന്നെ എടുത്തൊന്ന് ക്ലിയർ ചെയ്യണം. ഈ ഒരു ഭാഗമൊക്കെ നമ്മൾ ഏകദേശം ക്ലിയർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ മുറ്റത്തിൻ്റെ ഫ്രണ്ട് ഭാഗമൊക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്തൊരു ഭാഗവും കൂടെ നമുക്കിനി ക്ലിയർ ചെയ്യാനുണ്ട്. അതിൻ്റെ പുറമെ
നമുക്ക് പറമ്പിലാണ് കേട്ടോ ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ പോച്ച കയറി കിടക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടില്ലേ, നമുക്ക് വളങ്ങൾ ഏറ്റവും കൂടുതൽ നമ്മുടെ പറമ്പിൽ ഉള്ളത് കൊണ്ടാണ് കേട്ടോ പെട്ടെന്ന് ഈ പോച്ച കയറി ഇങ്ങനെ അങ്ങ് വളരുന്നത്. നമ്മുടെ മുറ്റത്തിൻ്റെ സൈഡിലും അതുപോലെ പോച്ചകൾ കയറുന്നില്ല. കാരണം പറമ്പിൽ നമ്മൾ ചാണകവും അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് ബൂസ്റ്റായിട്ടുള്ള ചെയ്തിട്ടുള്ള സ്പ്രേകളും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് നല്ല രീതിയിൽ പോച്ച കയറിക്കൊണ്ടിരിക്കും. നമ്മൾ വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി നാളെ നമ്മൾ ആ പോച്ചകളെല്ലാം പറിച്ച് കളയാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. പറിക്കുന്നതൊക്കെ വെറുതെയാണ്, വീണ്ടും വീണ്ടും കയറും എന്നും പറഞ്ഞുകൊണ്ട് പറിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗമൊക്കെ നമുക്ക് ക്ലിയർ ചെയ്യാനുണ്ട്. അതൊക്കെ നമുക്ക് നാളെ ചെയ്യണം. പിന്നെ നമ്മൾ കൂർക്കയൊക്കെ നട്ടിട്ടുണ്ടായിരുന്നല്ലോ, അവരൊക്കെ നന്നായിട്ട് തന്നെ കിളിച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനൊക്കെ നമുക്ക് ഇനി അടുത്ത വളങ്ങളൊക്കെ കൊടുക്കാനുണ്ട്. പിന്നെ നമ്മുടെ അതായത് കൊല വരാൻ പോകുന്ന വാഴയ്ക്ക് നമുക്ക് വളമിടേണ്ടതുണ്ട്. ആ വളമൊക്കെ നമുക്ക് നാളെ ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കുട്ടി വീഡിയോ ഇത്രയായിരുന്നു. അപ്പോൾ നമ്മളുടെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ വീണ്ടും നമ്മുടെ കാര്യങ്ങളെല്ലാം ഉഷാറായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബായ്.